ഇന്നത്തെ രാവിലെ എന്ന് പറയുന്നത് ഉച്ചക്കത്തെ ചോറാട്ട് വെക്കണത്. രാവിലെ ചായയും കടിയൊന്നുമില്ല. രാവിലെ എന്ന് പറഞ്ഞാൽ 11 മണിക്കാണ് എണീക്കണത്. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് വെക്കാൻ മതി. അപ്പോൾ ഇന്ന് മെഡിക്കലാണുള്ളത്. അപ്പോൾ ഇന്ന് ഫുൾ ലീവ് ആട്ടോ. അപ്പോൾ ഫുൾ ലീവിന് നമ്മളൊന്ന് കറങ്ങാൻ പോകും കേട്ടോ. ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകും മെഡിക്കൽ കഴിഞ്ഞിട്ട്. പക്ഷെ മെഡിക്കൽ കഴിഞ്ഞ് ഒട്ടും ടൈം എടുക്കുന്നോ. കുവൈത്തിലെ മെഡിക്കൽ പറഞ്ഞാൽ കുറച്ച് ടഫാണ്. മൂന്ന് മെഡിക്കൽ ഉണ്ട് സംഭവം. ഒന്ന് സാധാ മെഡിക്കൽ, നമ്മളെ ബ്ലഡ് ചെക്ക് ചെയ്യുക, പിന്നെ നമ്മളെ ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്യുക, പിന്നെ നമ്മളെ ഗോൾഡ് എന്താന്ന് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ചോറ് കഴിക്കണ നേരത്തെ പറയാൻ പറ്റൂല. അപ്പൊ ഇന്നത്തെ ചോറ് ഫുള്ള് വെജിറ്റേറിയൻ കേട്ടോ, കണ്ടില്ലേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ഫ്ലാറ്റിന്റെ അവിടെ ലിഫ്റ്റ് കംപ്ലൈന്റ് ആണ്. ഒന്നാമത് ലിഫ്റ്റ് നേരായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ. കുവൈത്തിൽ ഏകദേശം എല്ലായിടത്തും പോയാലും കാണുന്ന ഒരു ഐറ്റംസ് ഉണ്ടാ കണ്ടത്. നിങ്ങളാ തോന്നുന്നു എന്താന്നുള്ളത് അറിയണമല്ലോ. എന്തേലും ഒന്ന് കുവൈത്തിന്റെ ഒരു സിമ്പിളാ തോന്നുന്നുണ്ട് എന്തായാലും. അപ്പൊ അത് അറിയണവര് കുവൈത്തിൽ വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യട്ടെ, കമന്റ് ചെയ്യും. എനിക്ക് സംഭവം പിടിയിട്ടില്ല എന്താന്ന്. ഞാനത് അന്വേഷിക്കാനും പോയിട്ടില്ല സംഭവം. അപ്പൊ കുവൈത്തിന്റെ റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര പോകട്ടോ. നമ്മളെ ഡ്രൈവർ ടീച്ചർ ഇവിടുത്തെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു തരട്ടെ. അതൊന്ന് കേട്ടു. ഡീസലിന് പെട്രോളിന് റേറ്റ് നാട്ടിൽ താരതമ്യം ചെയ്യാതെ. ഓക്കെ, അങ്ങനെ അവർക്ക് പ്രൈവറ്റ് ആൾക്കാരാണല്ലോ. വലിയ വണ്ടികളൊക്കെ ഡ്രൈവർമാരൊക്കെ ആവും. ഇപ്പൊ ഡീസലാ? ഡീസലിനൊക്കെ വില? പെട്രോളിനോ? പെട്രോളിന് അവിടെ വെറൈറ്റി ഉണ്ട്, അതനുസരിച്ച്. അപ്പൊ ഇവിടെ ആകെ എണ്ണക്കാണ് വില ഇല്ലാത്തിട്ടോ. കണ്ടോ, 7 സംതിങ് കേടിയായിട്ടുള്ളൂ. 62 ലിറ്റർ എണ്ണ അടിച്ചിട്ട്, ഡീസൽ അടിച്ചിട്ട്. അപ്പോൾ എണ്ണക്ക് തീരെ വിലയില്ല. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ മെച്ചട്ടോ. വണ്ടി ഏതും വേണം. അപ്പൊ നമ്മൾ നേരെ മെഡിക്കൽ. അപ്പൊ അവിടുത്തെ കാഴ്ചകളാട്ടോ മെഡിക്കലൊക്കെ. ഒരു സന്തോഷം കണ്ട അന്ന് ഫുള്ള് ലീവാന്നില്ല സന്തോഷമായിട്ടായി കാണുന്നതൊക്കെ. അതെ, ഒരുപാട് പേരിനിട്ടോ. ബസ് നിറച്ച ആൾക്കാരുടെ ഏകദേശം ഫുൾ സീറ്റിംഗ് ആയിട്ടാണ് നമ്മൾ മെഡിക്കലിന് പോകുന്നത്. അപ്പൊ ഒരു 10-40 ആൾക്കാരുടെ അടുത്തുണ്ട് ഏതായാലും മെഡിക്കലിന്. അപ്പൊ മെഡിക്കലിന്റെ ഉള്ളിൽ, അതിന്റെ ഉള്ളിൽ കയറട്ടോ. അപ്പൊ ഇനി വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ. ഭയങ്കര കർക്കശാണ് ഇവിടെ സംഭവങ്ങളൊക്കെ. അപ്പൊ നേരെ നമ്മൾ തിരിച്ചു പോരട്ടോ. തിരിച്ച് നമ്മൾ അതേ റൂട്ടിൽ നിന്ന് നേരെ തിരിച്ചു പോരാണ്. ഓരോരുത്തർ ഓരോ ഫ്ലാറ്റിൽ ഇറക്കണ്ട. പലവർക്കും പല ഫ്ലാറ്റിലുണ്ട് വന്നവരല്ലേ. അപ്പൊ അങ്ങനെ അതാ കണ്ടോ, കുവൈത്തിലെ ഓരോ ഫ്ലാറ്റുകളും അപ്പാർട്ട്മെന്റുകളും ബിൽഡിങ്ങും കണ്ടില്ല. അപ്പൊ നേരെ സൂര്യൻ ഉദിച്ചു വരുന്ന ഈ കാഴ്ചകൾ കണ്ടെക്കണ. എന്തല്ല അടിപൊളിയല്ലേ സംഭവം. റോഡൊക്കെ അടിപൊളിയാട്ടാ. ഈ ബസ്സോ? ഇവിടുത്തെ ബസ്സാണത്? സിറ്റി ബസ്സാണ്? ലൈൻ ബസ് അല്ലേ? നമ്മളവിടുത്തെ ലൈൻ ബസ്. പറയുന്നത് നമ്മൾ എത്തിച്ചാൻ ഡ്രൈവർ ആട്ടോ. അപ്പൊ ഒരുപാട് വർഷമായിട്ട് കുവൈത്തിലുള്ള ആളാണ്. അപ്പൊ അയാളുടെ അനുഭവങ്ങൾ ഒരുപാട് പങ്കുവച്ചിട്ട് യാത്രയില്. അപ്പൊ അതൊക്കെ ഒരുപാട് വീഡിയോ ലെങ്ത് കൂടുന്നത് ഒരുപാട് വെട്ടിച്ചിരിക്കണം. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ, ഗോൾഡ് എന്താന്നുള്ളത് അല്ലെ. ഗോൾഡ് എന്താന്ന് പറയുന്നു. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുമല്ലോ കേട്ടോ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാസ്റ്റ് ആട്ടം, നമ്മളെ സർജിക്കുന്ന കാസ്റ്റ് കൊണ്ട് ചെയ്യാണ്ട് ചിക്കൻ അത്രയും ടഫാണ് ഇവിടുത്തെ. അതും കൂടി പാസ് ആയാലേ നമ്മക്ക് ഇവിടുത്തെ ഇവിടുത്തെ താമസം സർട്ടിഫിക്കറ്റ് വരുള്ളൂ എന്ന് പറയില്ല, അത് കിട്ടുള്ളൂ കമ്മ. അപ്പൊ അതും കൂടി പാസ്സായാലും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന വേഗിട്ട് അടുത്തൊരു ക്യാമ്പിന്റെ അടുത്തൊരു പാർക്ക് ഉണ്ട് കേട്ടോ. ക്യാമ്പിന്റെ അടുത്ത് എത്തി. ഏതായാലും ഈ പള്ളിക്ക് അടുത്തായിട്ട് മനോഹരമായ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അവിടേക്ക് പോവാന്ന് പ്ലാൻ ചെയ്തേക്കണം. എല്ലാരും ഒരുമിച്ച് കൂടിയതല്ലേ. അപ്പൊ അങ്ങനെ പാർക്ക്. ഇവിടുത്തെ കുട്ടികളുണ്ടാവും, ഭയങ്കര ധൈര്യമായിട്ട് ഇവിടുത്തെ കുട്ടികൾക്ക്. എവിടെ നിന്നാണ് ചാടും മാറി, അത്രക്കും ധൈര്യമാണ്. എന്താ പറയാ, അത്രയും ധൈര്യത്തോടെ വളർത്തുന്ന കുട്ടികൾ എന്ന് പറയാൻ. ഞാൻ അവിടെ കണ്ടതിലെ കാഴ്ചയില് ഇപ്പൊ അവിടുത്തെ പാർക്കത്തെ കാഴ്ചകൾ കണ്ടോളും. Habibi.
ആയി വരുന്നുണ്ടോ? ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ. കേട്ടോ തിരോക്കാ ആകാ. ആ ഇതിൽ അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനെ പാർക്കൊക്കെ ഇഷ്ടമായോ? പാർക്കിൽ നിന്ന് ഞങ്ങൾ പുറത്ത് കിടക്കാട്ടോ. ഏകദേശം റൂമൊക്കെ പോവാല്ലോ. ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കണ ഓരോരുത്തർക്കും ഓരോ വൈക്ക് ഓരോ ചുറ്റുപാട് കാരണമാര് ഓരോ നീളം നീളാണ്ട് കാരണമാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീളാണ്ട്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് അപ്പൊ ഞങ്ങള് ജസ്റ്റ് പാർക്കൊക്കെ ഇഷ്ടമായി തോന്നുന്നുണ്ട്. പൊല്ലാണ്ട് ചെടികളൊക്കെ നല്ല മനോഹരമായിട്ട് വെട്ടി വെച്ചിട്ടാ. ഓരോരുത്തരും ഓരോ ടൈപ്പ് പറഞ്ഞാണ്ട് ഓരോ സന്തോഷിച്ചോണ്ടിരിക്കണം. ഒക്കെ അജിനബികളാട്ടോ. ഒന്നാമത് ഈ പാർക്കിൽ കൂടുതൽ എനിക്ക് കാണാൻ കഴിഞ്ഞ അജിനബിയാണ്, പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞ. ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ അപ്പൊ അതൊക്കെ. അപ്പൊ എന്താ പറയാ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടി പറയാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് നേരെ പള്ളിക്ക് ചുറ്റിലും ഈ മനോഹരമായ പുല്ലുകൾ കൊണ്ട് എന്താ പറയുക, പുല്ലുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ്റെ കവാടായിട്ടായി കാണുന്നത്. ഈ കാണുന്നിടത്ത് നമ്മള് ക്യാമ്പിന് കാണുന്നിടത്ത് തന്നെയാണ് ക്യാമ്പ് കിടക്കുന്നത്. അപ്പോ എന്താ പറയാ, ഇനി ഇടക്കിടക്ക് വന്നിരിക്കാതെ കാര്യല്ലേ. അപ്പൊ വന്നിരിക്കാ ഇൻഷാ അല്ലാഹ്. അപ്പോ എന്താ പറയാ, പള്ളിന്റെ മിനാരെ കണ്ട. അപ്പൊ നേരെ നമുക്ക് ഇനി റോട്ട് പോയി നോക്കാം. റോട്ടിൽ രാത്രി ആയിട്ട് ഒന്ന് ഇറങ്ങാൻ എത്തിക്കാം. അപ്പൊ രാത്രി കണ്ട ശവായി കടന്ന് കത്തി എരിയാട്ടം. ഇവിടെ കണ്ട കാഴ്ച വേറൊരു കാഴ്ച. കാറിന്റെ മേലെ എന്നാണ്ട് കണ്ട ചെരുപ്പ് കച്ചവടം ചെയ്യുന്ന സംഭവം. രാത്രി ആയിട്ടാവും. രാത്രി അപ്പൊ ചെരുപ്പ് കച്ചവടം ചെയ്ത ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ ചിലവിടത്ത് കാണുന്നത് ഇതാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ ചെരുപ്പ് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യണം. ഇങ്ങനെ ഇടയ്ക്ക് കാണും. അങ്ങനെ റൂമിൽ വന്നപ്പോ അടിപൊളി ബിരിയാണിന്റെ പൊതിയാണോ തോന്നുന്നുണ്ട്. നിങ്ങൾ ഇതിലെ ബിരിയാണി എന്നല്ല കേട്ടോ, അത് നമ്മളെ മന്തിയാണ്. മന്തി, ചിക്കൻ മന്തി റൂമിൽ കഴിക്കുന്നുണ്ട്. ഓ അടിപൊളിയല്ല സംഭവം. അപ്പൊ നേരെ നമ്മളതാ അപ്പൊ ആ മന്തിക്ക് ഒരു മന്തിക്ക് 2 പൂച്ചാളാണ്. രണ്ടാളിനെ കടി കൊടുക്കുന്നുണ്ട്. 2 പീസും ഉണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് വീഡിയോ എടുത്ത് റൂമത്തെ മന്തി അല്ലേ. അപ്പൊ എനിക്ക് ജ്യൂസ് കുടിച്ചിട്ടോ, കുറച്ച് ജ്യൂസ് ഞാൻ കുടിച്ചു. പിന്നെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാല്ലായിരുന്നു. ഓൽക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള മന്തി തന്നെ ഉള്ളു. അത് അയാൾക്ക് ആരോ അധികം കൊടുത്താ തോന്നുന്നുണ്ട് അവിടുന്ന്. അപ്പൊ അടിപൊളി മന്തി തന്നെ. ലേശം ഒരു സ്പൂൺ കഴിച്ചു നോക്കിയതായിരുന്നു. ജ്യൂസ് കുടിച്ച് ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആയി. നേരെ ക്യാൻറ്റീനിലേക്ക് വിട്ടു. ക്യാൻറ്റീൻ ചെന്നപ്പോ കുബൂസും ചിക്കൻ കറി ഇട്ടാ. അടിപൊളിയും ചിക്കൻ കറി നല്ല രസമല്ലേ. കുബൂസ്ക്ക് ചിക്കൻ പീസ് 2-3 ചിക്കൻ പീസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ചിക്കൻ പീസും നല്ല എരിവില്ല ചിക്കൻ കറി എന്നിട്ട്. അപ്പൊ കുബൂസ്ക്ക് നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ ബൈ ബൈ പറയട്ടില്ലേ എല്ലാരോടും. ഗുഡ് നൈറ്റ് പറയണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.